ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒളവണ്ണ പഞ്ചായത്തിലേക്ക് നമുക്കൊന്ന് പോകണം. കയറ്റി ഡിവിഷൻ 18-ാം വാർഡിലാണ് വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി വോട്ടിംഗ് യന്ത്രത്തിന്? നേരത്തെ തന്നെ എല്ലാം പരിശോധിച്ച് ഉറപ്പിച്ചതായിരുന്നില്ലേ? വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായിരിക്കുകയാണ്. ഒളവണ്ണയിലാണ് സംഭവം. ഒളവണ്ണ പഞ്ചായത്തിലെ കയറ്റി ഡിവിഷൻ 18-ാം വാർഡിലാണ് വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ വന്നതിനെ തുടർന്ന് പോളിംഗ് വൈകുന്നത്. അതിന്റെ വിവരങ്ങളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റിപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, പുത്തികെ മുഹമ്മദ് സ്കൂളിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായിരിക്കുകയാണ്. അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഒളവണ്ണയിലെ പ്രശ്നം പരിഹരിച്ചോ? സുജയ, ഒളവണ്ണയിൽ പുതിയ വോട്ടിംഗ് മെഷീനുകൾ അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിൽ 18-ാം ഡിവിഷൻ എന്ന് പറയുന്നത് കയറ്റിയാണ് ഒളവണ്ണ പഞ്ചായത്തിൽ. ആ രണ്ട് വോട്ടിംഗ് മെഷീനുകളും അവിടെ തകരാറാണ്. അല്പസമയത്തിനകം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ച് പോളിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് അറിയുന്നു. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ബൂത്ത് ഏജന്റുമാരൊക്കെ അതിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം 6 മണിക്ക് മുമ്പ് എത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സമയമുള്ളതുകൊണ്ട് കൃത്യമായി എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിച്ച് മാത്രമേ അവസാനിപ്പിക്കൂ എന്നറിയിക്കുന്നുണ്ട്. ഏതായാലും ഒരു 10 മിനിറ്റിനകം തന്നെ വോട്ടിംഗ് മെഷീൻ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫ് എം.എൽ.എ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വോട്ടിംഗ് യന്ത്രത്തിലുള്ള ബീപ് ശബ്ദവും നമുക്ക് കേൾക്കാം. പ്രമുഖരൊക്കെ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്യുകയാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച ഒളവണ്ണയിലെ ഡിവിഷൻ 18-ലെ വോട്ടിംഗ് യന്ത്രം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാസർഗോഡ് 2 തകരാറുള്ളത്. പുത്തികെ മുഹമ്മദ് സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിലെ 16-ാം വാർഡിലും പ്രശ്നമുണ്ട്. പള്ളങ്കോട് ഗവൺമെന്റ് UP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലാണ് യന്ത്ര തകരാർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സണ്ണി ജോസഫും ഭാര്യയും വോട്ട് ചെയ്ത ശേഷം ചൂണ്ടുവിരൽ ഉയർത്തി തങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും കാണിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. രാവിലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യാനായി എത്തുന്നു. കൂടുതൽ പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താനുള്ള ആഹ്വാനം കൂടിയാണ് തങ്ങളുടെ ഈ വോട്ട് ചെയ്തതിന് ശേഷമുള്ള ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ടുള്ള പുഞ്ചിരിയോടുകൂടി അവർ നൽകുന്നത്. ഇനി സണ്ണി ജോസഫിന്റെ പ്രതികരണം, പ്രത്യേകിച്ചും UDF-ന് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ 2026 സെമി ഫൈനലായ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പ്രചാരണത്തിലുടനീളം നേതാക്കൾ എല്ലാവരും പങ്കുവച്ചത്. ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ദിവസം, വോട്ടെടുപ്പ് ദിവസം, വടക്കൻ കേരളം വിധിയെഴുതുന്ന ദിവസം എന്താണ് പറയാനുള്ളത് എന്നതാണ് അറിയേണ്ടത്.